നിക്ക്. എന്നെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ നിന്നതാ. ഓ, ഓന്റെ ഒരു കോലം കണ്ടില്ലേ? ഉമ്മ എനിക്ക് തിരക്കുണ്ട്. പിന്നെ പൊന്നുമോൻ മൈസൂരേറ്റ് ഉദ്യോഗത്തിനല്ലേ പോകുന്നത്? ഇങ്ങോട്ട് കേറി വാടാ കുട്ടി പറഞ്ഞ. അതെ ഉമ്മ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഇനി നിന്നാ വൈകും. അതിനത് 10 മണിക്കല്ലേ തുറക്കൂ. അങ്ങനെ ഇപ്പൊ നാട്ടുകാരെ ഇങ്ങോട്ട് വാ, നല്ല പത്തിരിയും കൊയർച്ചും വെച്ചിട്ടുണ്ട്. ആണാ? ആ എന്നാ ഒരു കൈ നോക്കാം. കോതിയെ ഞമ്മളും കയറി കളയാം. എവിടെയാണത് ചവിട്ടുന്നത്? ഈ നമ്മളെ വീട്ടല്ലേ? ഇരുന്നോണം. ആ വെള്ളം ആ പോട്ടെ പോട്ടെ, പണ്ടി പോട്ടെ. മോനെ പൊന്നു മോൻ സെന്റ് രൂപ ഉണ്ടോ ഇവിടെ? അയ്യോ, ഇങ്ങനെ ഭാര്യ വിളിച്ച് തിന്നാതടാ. രാവിലെ കഴിച്ച ശീലമില്ല ഉമ്മ. ഓ പിന്നെ രാവിലെ തന്നെ മറ്റോനെ കിട്ടിയല്ലോ മടമടാന്ന് മോന്തിക്കോളൂ. അതിനൊരു കുഴപ്പമില്ല. ഇവിടെ വന്ന് എന്തെങ്കിലും കഴിക്കുമ്പോഴാ വയറും മനസ്സൊക്കെ നിറയുന്നത്. ഇതും കൂടെ കഴിക്കും. അല്ല ഇപ്പൊ ഭദ്രകാളി എങ്ങനെയാ? ഒരു മാറ്റമില്ല, പഴയതുപോലെ തന്നെ. കഴുത്തിന് ചുറ്റും നാക്കാം. അതിന് എന്റെ കയ്യിലിരിപ്പോ അത്ര മോശമൊന്നുമല്ലല്ലോ. നിവർത്തിയില്ലെങ്കിൽ ഞാൻ കത്തിയെടുക്കും. കത്തിയോ? അല്ല എന്തിന്? ചുമ്മാ ഒരു വരട്ടൽ. അപ്പൊ പിന്നെ പൂച്ച. എന്റെ ഒരു കാര്യം. അതൊക്കെ പോട്ടെ. ഇങ്ങനെ വെറുതെ തെക്ക് വടക്ക് നടന്നാ മതിയോ? വല്ല ജോലിയൊക്കെ വേണ്ട എനിക്ക്. എല്ലാം ശരിയാവുമ്മ. നാട് വിട്ടാലോന്ന് വരെ ആലോചിച്ചതാ, മനസ്സ് വരുന്നില്ല. ഏടാ ഈടെ തന്നെ എന്തെല്ലാം പണിയുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ തിരക്കല്ലേ, ഒരു മുതലാളി. ആടുന്നു ഇടുന്നൊക്കെ വിളിയല്ലേ, ബിസിയല്ലേ, തിരക്കാണ്, സമയമില്ല. ഓ പിന്നെ വലിയ മൊയിലാളി. എനക്ക് നല്ല പെട കിട്ടാത്തന്റെ സൗക്കേടാ. നല്ല നിർത്തിയോ? മതി മതി, വയറ് നിറഞ്ഞു. ഓ ദാ വിളി വന്ന് കസ്റ്റമേഴ്സാ. ഹലോ, ആടാ ഒരു 15 മിനിറ്റ്. ഇടാ കൂടുതലുണ്ടാകും അവിടെ, അവൻ ഫ്രണ്ടിൽ കാണും. ആ ശരി ശരി, ഓക്കെ. എന്നും കണ്ടോണ്ടിരിക്കാൻ കൊതിയാണ് ഉമ്മയ്ക്ക്. എനിക്കും. ഉമ്മ മനസ്സ് വിചാരിച്ചാ മതി, ഞാനുണ്ടാകും ഇവിടെ. ആ പിന്നെ ചെക്കൻ്റെ അടുത്ത് അധികം കുന്നായ്മ തരത്തിലൊന്നും പോണ്ട. എന്റെ ഉമ്മ, ഞാനും അവനും ഒന്നല്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഓനല്ല ഞാനല്ല ഉമ്മ ഓനും. ശരി ശരി പോട്ടെ. ഉണ്ടല്ലേ? എന്തൊരു ഇരിപ്പായത്. ഇതാ കഴിക്ക്, ഇതാ കഴിക്ക്, വയറ് നിറച്ച് കഴിക്ക്. മൊത്തം കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. എന്താ ഇത്? ആന്റെ ചേട്ടൻ ഞാനില്ലേ? സന്തോഷം കൊണ്ടാടും, സന്തോഷം കൊണ്ട്. ഇതാ ബീഡിയും തീപ്പെട്ടി, 1-2 മുണ്ടും ഷർട്ടും ആയത്. കുളിച്ചിട്ട് ഇത് ഉടുക്കണം. ഉടുക്കാനോ? ഞാനോ? പിന്നെ എനിക്ക് ചെന്നിട്ട് ഇത്തിരി തിരക്കുണ്ട്. ഇടക്ക് വരാം. ഇരിക്കട്ടെ, ഇത് മുഴുവൻ കഴിക്കണം കേട്ടോ. ശരി, വരട്ടെ. തോന്നിവാസം കാണിച്ചാലുണ്ടല്ലോ, കൊന്നു പുഴയിൽ തൊള്ളു ഞാൻ. മതി, ഇനി ഓൻ ചത്തും. ആവശ്യത്തിനുള്ള കള്ളും കഞ്ചാവൊക്കെ കേറ്റാ പോരെ ഈശ്വരൻ ചേട്ടാ. ഇവിടെ തന്നെ പെണ്ണുപിടിയും കൂടെ വേണോ? സൂസൻ ഇന്നലെയല്ല ഈ കച്ചവടം തുടങ്ങിയത്. നിന്റെ തൊലി വെളുപ്പുണ്ട് മയങ്ങിയൊന്നല്ലേ? അടങ്ങ്. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? മനുഷ്യന്റെ ഉറക്കം മെനക്കെടുത്താൻ അവളുടെ സകല ഇടപാട് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ കാണുമ്പോഴേ എന്റെ അടിമുടി അങ്ങോട്ട് വേറെ. അതെ, ഈ ഞരമ്പിന്റെ എവിടെങ്കിലും കൊണ്ട് കാണിച്ചാൽ വൃത്തിയാണവനെ. ഞാൻ അത്ര കാരണമൊന്നുമല്ല. ആരെ വൃത്തികെട്ടവനെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു. അവളെ ഇന്ന് ഞാൻ എന്താ സാറന്മാരെ ഈ സമയത്ത്? കുറെ നാളെ ഇതിനോട് ഞങ്ങൾ പറയുന്നു. എന്റെ പൊന്നു സാറേ, എങ്ങനെങ്കിലും ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ.
അതെ സാറേ, എനിക്ക് ഇതൊക്കെ അറിയൂ. എടി സൂസന്നെ, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ചോദിച്ചോ. നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? മതി നിർത്ത്. നല്ല കിടില സാധനമാണെന്നാ പൊതുജനത്തിന്റെ അഭിപ്രായം. അത് വെപ്രാളം കണ്ടപ്പോ മനസ്സിലായി. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എടി ഇന്നത്തോടെ എല്ലാം നിർത്തിക്കൊള്ളണം. എല്ലാം കൂടി വലിച്ച് കായലിൽ തള്ളും. അവിടെ ഒരു വാറ്റുപാട്ട് ഇറങ്ങിയിരിക്കുന്ന അവിടെ. ഈ ഉലകൻ ചേട്ടൻ എത്ര സുന്ദരനാ. ആണോ? ആണ്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. മതി, നിന്റെ സുഖിപ്പിക്കലൊക്കെ മതി. ഉള്ള കാര്യം പറഞ്ഞേക്കാം, ഇതോടെ നിർത്തി. ഇല്ല നീ വിവരം അറിയും. നിർത്തി, ഇന്നത്തോടെ എല്ലാം നിർത്തി. ഇവിടെ സ്ഥിരം ഡയലോഗാ. ഇല്ല, ഇനി ഉണ്ടാവില്ലെന്നേ. സാറുമാര് പോയാട്ടെ. നിർത്ത്. ഇവള് അങ്ങനെ തറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോകാം. അതാ നല്ലത്. കാലം ഞങ്ങൾ പോകുന്നു. ഇയാളെ കൊണ്ട് ഇവിടെ നിൽക്കണ്ട, നാട്ട കേസാവും. പറഞ്ഞു മനസ്സിലായല്ലോ? എല്ലാം മനസ്സിലായി. സ്വന്തം കെട്ടുവന്റെ പള്ളക്ക് പിച്ചാത്ത് കയറ്റിട്ട് നിന്ന് മോങ്ങുന്നോ? വേറെ വഴിയില്ലായിരുന്നു സാറ്, കൊല്ലുമായിരുന്നു. സ്വന്തം മകളെയാ കയറി പിടിച്ചത് ചെകുത്താൻ. എന്നിട്ടാണോ പേനാക്കത്തേക്ക് പോയിട്ട് വന്നത്? തല്ലി കൊല്ലമായിരുന്നില്ലേ? ആ കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോഴാ. ഇതൊക്കെ ശരി ശരി ചെല്ല്. ഇനി ചെവി അറിയാതെ നമുക്കിത് ശരിയാക്കാം. ശരി സാറ്. ഓരോരോ അടാറ് ജന്മം. മോളെ കയറി പിടിക്കുന്ന തന്തപ്പടി, തള്ളയെ ബലാത്സംഗം ചെയ്യുന്ന മറ്റേ മോൾ. എന്താ ചെയ്യുക? ശരി സാർ. സാർ ഉടനെ തന്നെ വെക്കല സാർ. സാർ, മണല്ലൂറി പിടിച്ചാ പ്രശ്നം. രാഷ്ട്രീയക്കാർ തമ്മിൽ തല്ലിയാൽ ഇടപെടാനേ പാടില്ല. ഈ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്ന തെണ്ടികളും ഹെൽമെറ്റ് ഇല്ലാത്തവരൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇതൊക്കെ ഒരു ശീലമായിക്കോളൂ സാർ. ആ കിടന്ന് പടക്കുന്നുണ്ടില്ലേ? ഇവിടെ മെഷീനൊന്നുമില്ല. ഞാൻ ഇതാ വന്നു മോളെ. രാവിലെ എന്നെ ആടുന്നവിടുന്ന് കുറെ പാത്രം എടുത്തിട്ട് ഇരുന്നോളൂ. എന്റെ ഉമ്മ ഒന്നും വരുന്നുണ്ടാ? ഒരു മോട്ടോർ വാങ്ങി വെക്കാൻ പറ്റി ഇതുവരെ ഓളെ കൊണ്ട് പറ്റിയിട്ടില്ല. മോട്ടറിനൊക്കെ ഭയങ്കര വിലയാ. നോക്കട്ടെ. ഇത്താ സ്കൂളിൽ കൊടുക്കേണ്ട പൈസ അതാ അവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നീ വല്ലതും കഴിച്ചിട്ട് പോവാൻ നോക്ക്. ഉമ്മീന്ന് പാത്രമൊന്നും കയ്യിൽ തരില്ല. വരുന്നില്ലേ? ഞാൻ അടുത്ത ബസ്സിന് വന്നോളാം. ഇവിടെ നേരം വെളുത്തപ്പോ തൊട്ട് ഒരു കടന്ന് പടക്കാൻ തുടങ്ങിയതാ. ഉമ്മ ആ ചോറെടുത്ത് വെച്ചേ. ദാ എടുത്ത് വെച്ചിട്ട്. ഇന്നും വണ്ടി കിട്ടും തോന്നില്ല. മരുന്നിന്റെ കാര്യം മറക്കല്ലേ. എനിക്ക് എപ്പോ മറക്കും. ഇന്ന് മണിക്കാ. എന്തെങ്കിലും കഴിച്ചിട്ട് പോടി. കഴിച്ചിട്ട് പോവാ ബസ് എങ്കിലും കൊണ്ടോ. ഉച്ചക്ക് കഴിക്കാം. ഞാൻ പോന്നേ. നീ ഇങ്ങനെ നടന്നു പോകുന്ന കാണാൻ തന്നെ നല്ലൊരു സന്തോഷം. ഇനിയിപ്പോ ബാക്കിലൊരു സീറ്റ് ഫിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വേണ്ട, ഒരു 4 വീലറിനാക്കി കളയാം. അങ്ങനെ അങ്ങ് പോകല്ലേ മൈനക്കുട്ടി. നീ പോടാ. എന്റെ ഉമ്മ വാക്ക് തന്നാണ്. വാക്കല്ലേ തന്നിട്ടുള്ളൂ. ഓ എന്റെ പൊന്നും മൈനക്കുട്ടി, അത് നമ്മൾ ദുബായ് കാണിക്കും. കൊറേണത്തിനെ കാണിച്ചിട്ടുണ്ടല്ലോ, അതൊന്നും പോരെ? അത് പോരാ, എന്റെ കൽബിലെ മൊത്താണ്. നമ്മൾ കൊണ്ടു എന്റെ മൊയ്യത്തോണ്ടു. ഇന്നെന്താ നേരത്തെ? ഇന്ന് ലേറ്റാടാ. ഓ എന്നാ പിന്നെ എനിക്ക് തോന്നിയായിരിക്കും. എനിക്കെപ്പോഴും തോന്നലാണല്ലോ. എടി ഞാൻ ഒരു കാര്യം ചോദിച്ചാ നീ സത്യം പറയൂ? ചോദിക്കടാ. എനിക്ക് ഈടായിട്ട് ഗ്ലാമർ അല്പം കൂടിയിട്ടില്ലേന്നൊരു സംശയം. ദുൽഖറിനെ പോലെയുണ്ട്. ഓ ദുൽഖറിന്റെ ബാപ്പയെ പോലെ എന്ന് പറയാത്ത ഭാഗ്യം. അധികം പൊങ്ങല്ല മോനെ. ഇല്ലേ, ഇന്നലെ ഞാൻ ശരിക്കും പൊളിച്ചടുക്കി. എന്ത്? ആ കള്ളൂടി എന്തില്ലേ ഓനെ തന്നെ. നല്ല തമാശ. എനിക്കിപ്പൊ ചിരിക്കാൻ സമയമില്ല, പിന്നെ ചിരിച്ചോളാം. ഞാൻ കാര്യം പറഞ്ഞാടി 2 ദിവസം എണീച്ച് നടക്കാൻ പാടി. എന്തായിരുന്നു എന്റെ ഒരു പെർഫോമൻസ്? വെറുതെ പുളു ഓടിക്കല്ലാൻ പറ. നീ ഒന്ന് അങ്ങോട്ട് നോക്കിയേ. ഓനെ തന്നെയല്ലേ നീ ഉദ്ദേശിച്ചേ? ഓന്റെ ഒടുക്കത്തൊരു നിപ്പ് കണ്ടില്ലേ? ഇനി നിങ്ങൾ രണ്ടാളും തമ്മിലായിക്കോ. പിന്നെ ഒരു മയത്തിലൊക്കെ വേണം പറയാ. ജനിച്ചന്നോട്ടിപ്പോ പാര. ഇന്ന് 2-1 അറിഞ്ഞിട്ട് എന്റെ കാര്യം. ബസ് ഒന്നും ഞാൻ പോന്നു.
അതെ, ഞാൻ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. എന്താ എന്റെ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം തന്നെ. അയ്യോടാ ചക്കരെ, അത് നടക്കൂലടാ. അതെ, നടക്കും മുത്തേ. നീ വിട്ടുപിടി. ഓൾ എന്റെ കരളാ. ഓളെന്നെ ലിവറാടാ. അവളുടെ ലവറാടാ ഞാൻ. നീ എന്തോ പാപ്പായാലും എനിക്കെന്താ. നിന്നോട് പലതവണ പറഞ്ഞു അവളെന്റെ ബന്ധുവാന്ന്. അത്രയല്ലേ ഉള്ളൂ. ആ കുറവ് ഞാൻ അങ്ങ് സഹിച്ചു. ഏട്ടാ ചക്കര, ഇവള് മുസ്ലിം അല്ലടാ. മാത്രല്ല നമ്മൾ രണ്ടുപേരും നല്ല ചേർച്ച. ഓളെ കെട്ടാനെ മതം മാറാൻ വരെ റെഡിയാണ് ഈ ശ്രീകുട്ടൻ കാൻ. എന്റെ മയ്യത്തെ എടുക്കും. അത് ബുദ്ധിമുട്ടാവൂലേ? ഇന്ന് എനിക്കൊരു തീരുമാനം അറിയണം. നീ തീരുമാനം എടുക്ക്. എനിക്ക് ഡ്യൂട്ടിക്കെത്താൻ സമയമായി. എന്റെ അഭിമാന പ്രശ്നം ഇത്. അഭിമാനമാ നിനക്കാ? ഓൾക്ക് നിന്നെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ നിക്കാഹിന് കോഴി വീരാണ് എന്റെ വക. അതെങ്ങനാ? ഓളോട് ചോദിച്ചാൽ രണ്ടാളും ഒരുപോലാന്ന് പറയും. ഇതിപ്പോ 50-50 വല്ലതും ആക്കാൻ പറ്റൂ? അതല്ലേ പറഞ്ഞ ഓളെ ഞാൻ എടുത്തോളാന്ന്. നിനക്ക് ഏതെങ്കിലും ചവറ് കിട്ടിയാ പോരെ. തമാശ വേണ്ട. നല്ല അന്തസ്സുള്ളവൻ തന്നെ ഈ അൻവർ. അതെ അതെ, ഒരിക്കൽ നീ നാട്ടുകാരുടെ നല്ലുകൊണ്ട് ചാവും. ഒരിക്കൽ ഈ നാട്ടുകാരനെ തോളിലേറ്റ് നടക്കുന്ന ദിവസം വരൂടാ. അത് നിന്റെ കബറടക്കത്തിനല്ലേ? ചെല്ല് ചെല്ല്, വൈകിട്ട് കാണാടാ മുറിപ്പത്തല്ലേ. ചായ. നാരായണോ, കടുപ്പത്തിലൊരു ചായ. ഇന്നത്തെ ചെലവ് വാസുകുട്ടിയുടെ വകയാ. അതെന്താ വാസുട്ടി? ഒരു 5000 വീണിട്ടുണ്ട്. ഓ, ലോട്ടറി 5000 കിട്ടി. അപ്പൊ വെറും ചായ മാത്രം പോരല്ലോ. എന്ത് വേണമെങ്കിലും ഇവിടെ ഇരിക്കും. കാലം വെറും ചായ മാത്രം മതി. ചേട്ടാ, ഒന്ന് മുടി മുറിക്കണം. നടക്കും. അത്യാവശ്യം വേറെ കടയിൽ പോയി ചെയ്തോ. അത് താൻ പറയണോ? നമ്മൾ പറഞ്ഞേളൂ. ഞാൻ അങ്ങ് വരാം. പെട്ടെന്ന് വാ, എനിക്ക് തിരക്കുണ്ട്. വാസുട്ടി ചേട്ടാ ചെല്ല്. അത് കഴിഞ്ഞ് എനിക്ക് കൂടി ഒന്ന് മുടി മുറിക്കാനുള്ളതാ. ശരി. ചെല്ല്. ഓന്റെ മോന്തൊക്കെ ഇട്ട് രണ്ടെണ്ണം പൊട്ടിക്കായിരുന്നില്ലേ? അതൊക്കെ വലിയ പ്രശ്നമില്ലേ ചീ? നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നാലെ കൂടുന്ന എന്തിനാ? അതൊക്കെ വലിയൊരു കഥയാ. വലിയൊരു സംഖ്യ ഉമ്മോന്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഉമ്മ നിന്നെ കെട്ടിച്ചെടുക്കാന്ന് പറഞ്ഞോ? അയാളാ പറഞ്ഞ എന്നെ കെട്ടിച്ചു കൊടുക്കണമെന്ന്. നിവൃത്തിയില്ലാതെ ഉമ്മ സമ്മതിച്ചു. നമ്മളൊന്ന് താണുകൊടുത്ത എല്ലാം തീർന്നു. അയാൾക്ക് പോയടുത്ത കോളും കുട്ടികളും ഉണ്ട്. ഇപ്പന്നെ ദുബായ് കൊണ്ടുവന്ന് പറഞ്ഞേക്കാം. പാവ ഉമ്മ അതൊക്കെ വിശ്വസിച്ചു. മറ്റേ ലവകുശന്മാരുടെ കാര്യം എന്തായി? പാവങ്ങളെ കൊച്ചുനാൾ മുതലുള്ള കൂട്ട. അൻവറിന് കുന്നായ്മത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലവനാ. ശ്രീകുട്ടന്റെ കാര്യ കഷ്ടം. നല്ല മാർക്കോടെ എഞ്ചിനീയറിംഗ് പാസ്സായതാ. ഇതിൽ നിനക്കാരോടാ കൂടുതൽ ഇഷ്ടം? അവര് രണ്ടും എന്റെ ചങ്കല്ല മോളെ. എന്നാലും നിന്നോടൊരു ലൈനില്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പോലും തെറ്റാ. അവരുടെ ഉള്ളൊന്നറിയണ്ടേ? അവരെന്റെ വെളിച്ചാണ്. അവരെ കാണുമ്പോ എന്റെ സങ്കടങ്ങളൊക്കെ പോവും. പാവങ്ങളുടെ ലിസ്റ്റ് ചോദിച്ചാലേ ഈ നാട്ടിലെ ഏറ്റവും വലിയ പാവം ഞാൻ തന്നെ. അതൊന്നും എനിക്കറിയില്ലേ. ഞാൻ ഉദ്ദേശിച്ചതേ. മനസ്സിലായി. ഞാനൊന്ന് തിരക്കട്ടെ. അർഹതയുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ. ഓ, ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സഹായിക്കാറുണ്ട്. പക്ഷേ ഈ നാട്ടുകാർക്ക് മൊത്തത്തിൽ നന്ദിയില്ല. നന്ദിയില്ല. ഒറ്റ എണ്ണത്തിൽ നന്ദിയില്ല. അവര് തന്നെയല്ലേ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്? എനിക്ക് പകരം ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിന്നാൽ ഇവിടെ ജയിക്കും. പാർട്ടി അത്രയ്ക്ക് സ്ട്രോങ് ആണ്. എല്ലാവരെയും ഞാനൊന്ന് വേണ്ട വിധത്തിൽ. ഞാൻ അത്രക്കാരനല്ല. അഴിമതി, കൈക്കൂലി ഇതെനിക്ക് താങ്ങാനേ പറ്റത്തില്ല. അപ്പൊ എനിക്ക് രോമാഞ്ചം ഉണ്ടാവും. ഇപ്പോഴേ രോമം. സംഭാവനയാവാമല്ലോ. അത് മാത്രമേ പാടുള്ളൂ. എന്നാ പിന്നെ ഞാൻ പിന്നെ വരാം. തോമസ്, ചെക്ക് ആ ചെക്ക് ഇങ്ങോട്ട് വാ. ഇനി ഞാൻ അങ്ങോട്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ടോളാം. ഒരു വലിയ മുതലാളിയെ കാണുന്നതന്നെ എനിക്ക് ത്രില്ലാണ്. ത്രില്ല്. എപ്പോ വേണമെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനും. ഒരു മെമ്പറിൽ ഒതുങ്ങേണ്ടവനല്ല താങ്കൾ. താങ്കളുടെ രാഷ്ട്രീയ ഭാവി അതിശോഭനമാണ്. പക്ഷേ എന്റെ ഹൈക്കമാൻഡ് അത്ര സ്ട്രോങ് അല്ല. അതൊക്കെ നമുക്ക് സ്ട്രോങ് ആക്കാതെ. രാവിലെ വന്ന് നിന്നാല് പിന്നെ അടക്കുമ്പോഴേ മുമ്പ് 10-20 ആയിരുന്നു, ഇപ്പൊ 50. അവർക്കും കൂടി ജീവിക്കണ്ടേ അല്ലേ? എന്നാ പോലെ. പിന്നെ കണക്കൊക്കെ പിന്നെ സെറ്റിൽ ചെയ്യാം. ഉച്ചക്കുള്ളവർ കയറിട്ടില്ലേ? ഉച്ചക്ക് നിങ്ങളുടെ കയറണം കേട്ടോ. മതി. കിടക്കട. എന്താ സാർ? ഈ ഹെൽമെറ്റേ തലയെ വെക്കാനുള്ളതാ. ശരി സാർ. ഇതുപോലെ തൂക്കിയിടാനുള്ളതല്ല. ശരി സാർ. മനസ്സിലായടാ? മനസ്സിലായി സാർ. മനസ്സിലായ നിനക്ക് കൊള്ളാം. ശരി സാർ. ലൈസൻസ് എടുക്കടാ. അവിടെ കാണിക്കേ. ഇതാ സാർ. കറക്റ്റ് ആണോടോ? ഓക്കെ സാർ. ഇവനെ ഫൈൻ അടപ്പിച്ച് വിട്ടാൽ മതി കേട്ടോ. ആ ഹെൽമെറ്റ് എടുക്കടാ. തലേ വെക്ക്. ഇനി വണ്ടിയെ കയറ്. കേറടാ കേട്ടോ. ഇനി കീ ഇല്ലാതെ ഓടിക്കുക. നീ 1 മണിക്കൂർ ഓടിച്ച് പഠിക്കുക കേട്ടോ. ശരി സാർ. ആഹാ കൊള്ളാം.
ഇങ്ങോട്ട് പറഞ്ഞില്ല. ഊതിക്കേ. അയ്യോ സാറേ, ഊതിയാ ശരിയാവില്ല. ഇതിലോട്ട് ഊതാനാ പറഞ്ഞത്. ഞാൻ ഊതില്ല. എന്താണ് ഊതിയാലോ? ഊതിയാ ശരിയാവില്ല. ഓ, എന്തൊരു കെട്ടനാട്ട വേടാ. വല്ല നല്ല സാധനം മേടിച്ച് കഴിക്കടാ. ശരി സാർ. ആ, അയ്യോ സാറേ, വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്ക. ഒരു മരണത്തിൽ പങ്കെടുക്കാൻ പോയിട്ട് വരുന്നതാ. ഇങ്ങനെ പോയാലേ നിന്റെ മരണം എടുക്കേണ്ടി വരും. ഓടിച്ചു പഠിച്ചോടാ. ഇതാക്കി. താങ്ക് യു സാർ. ആ, വിട്ടോ. ഹെൽമെറ്റും ഇല്ലാതെ കാൽനടയെ ബൈക്കും വെച്ചെങ്കിൽ പോരും. ഇവൻ്റെയൊക്കെ ഒരു കോലം കണ്ടില്ലേ? കാർട്ടൂൺ വരച്ചു വെച്ച പോലെ ഉണ്ടല്ലോടാ. സാറേ, ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. അതെയോ? പെട്ടെന്ന് വിടാ. എന്താ പരിപാടി? മദ്യപിച്ചിട്ടുണ്ടോടാ? ഞങ്ങള് മദ്യപിക്കാറേ ഇല്ല. അതെയോ? വേണമെങ്കിൽ ഊതിച്ചോ. പക്ഷെ എന്തോ കുഴപ്പമുണ്ടല്ലോ. ആ വണ്ടി രണ്ടും ചെക്ക് ചെയ്യ്. അത് വേണ്ട സാർ. ഇങ്ങോട്ട് വാടാ. അടി ഞാൻ പണ്ടേ നിർത്തിയതാ. സാറേ വേണ്ട, ഇത് തീക്കളിയാ. തീക്കളി എനിക്ക് പണ്ടേ ഇഷ്ടമാടാ. നീങ്ങി വാ, ഒരു കാര്യം ചോദിക്കട്ടെ. പണിയാവേ. ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഇത് ഞങ്ങള് പൊളിച്ചടുക്കും. അതെ, വലിയ വലിയ വർത്താനങ്ങൾ പറയും. അയ്യോ, ഞങ്ങൾക്ക് അങ്ങനൊന്നും പറഞ്ഞ ശീലമില്ലേ. എന്നാൽ താനത് ചെയ്ത് കാണിക്കണോ? താൻ നോക്കിക്കോ, നല്ല ഒന്നാം തരം പാര തനിക്ക് ഞാൻ പറ്റും. മോഹൻ അത് മനസ്സിൽ കാണുമ്പോ ഞാനത് മാനത്ത് ഇപ്പോഴെങ്കിലും പിടി കിട്ടിയല്ല. കിട്ടി. എത്ര കിട്ടി? ഞങ്ങൾ അങ്ങനത്തെ ടൈപ്പ് ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്കും തോന്നണ്ടേ മോന അത്. അപ്പൊ നമുക്കേ ഇനി കളിയാണ്. ആ, കാണാം. ഇതൊക്കെ വെറും ഫൗള് കളിയാ മോന. നമുക്ക് നോക്കാന്നേ. കോടികളുടെ അഴിമതിക്കെതിരെ ഞങ്ങളൊരു അവിശ്വാസ പ്രമേയം കൊണ്ട്. അതെ മോന, ആദ്യം നീ നിന്നെ തന്നെ വിശ്വസിക്കും. വെറുതെ ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞോണ്ട് കാര്യമില്ല. തെളിവ് വേണം, തെളിവ്. അതൊക്കെ ഞാൻ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചോളാം. ശരി, ഞാൻ വെല്ലുവിളിക്കുന്നു. നിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിന്റെ തനിനിറങ്ങി പൊതുജനങ്ങളൊന്നും അറിയട്ടെ. ഞാനൊരു തുറന്ന പുസ്തകമാണ്. അത് അടച്ചു വെക്കേണ്ട സമയമായി. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. എന്താ രണ്ടാളും കൂടി ഒരു കശപിശ? എന്താണെന്നോ? കുടിയുള്ള പ്രശ്നം, അഴിമതി. അതങ്ങ് മീറ്റിംഗ് പറഞ്ഞാ മതി കേട്ടാ. നമസ്കാരം. നമസ്കാരം. പിന്നെ ഇന്ന് അർജന്റായിട്ട് ചില കാര്യങ്ങളൊക്കെ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. മീറ്റിംഗ്. അയ്യോ, അപ്പൊ ഇന്നലെ ഉറങ്ങി കാണത്തില്ല. എന്റെ ഇഷ്ടം ഒട്ടും ഉറങ്ങിട്ടില്ല. സമത്വ സുന്ദരമായ പട്ടികളില്ലാത്ത ഒരു പഞ്ചായത്ത്. എന്തോന്നാണ് അതാവണമെങ്കിൽ നിന്നെ ആദ്യം ഇവിടുന്ന് പറഞ്ഞു വിടും. ആക്കല്ലേ. ഇവിടുത്തെ പൊതുജനങ്ങളെല്ലാം കൂടെ എന്നെ ഇവിടെ കൊണ്ടു ചെന്നങ്ങാക്കി. അപ്പൊ എനിക്ക് എന്തെങ്കിലും ആക്കട്ടെ. പിന്നെ ആക്കണം. അപ്പൊ ഞാൻ എന്തെങ്കിലും ആക്കിക്കൊണ്ട് വരുമ്പോ നീ അതിന്റെ മേലിട്ട് ആക്കല്ലേ. എന്റെ ഉലകന്നാന, നീ എന്തെങ്കിലും ഒന്ന് ആക്ക്. എന്തെങ്കിലും അറിയാവുന്നവനോട് ആക്കാൻ വരുമ്പോൾ ആക്കത്തൂല്ല, എവനൊന്നും ആക്കിക്കത്തൂല്ല. പോയി നീ എന്തെങ്കിലും ആക്കിയ നീ ഇവിടുന്ന് പൊയ്ക്കോ. എന്തെങ്കിലും ആക്കാൻ പറ്റും, ഞാനൊന്ന് നോക്കട്ടെ. എന്താണ് നിന്റെ പേര്? ജോർജ് കുട്ടി. ജോർജ് കുട്ടി. എന്ത് ചെയ്യുന്നു? പഠിത്തം കഴിഞ്ഞ് വെറുതെ ഇരിക്കും. നിന്റെ പേരോ? അനസ്. കേൾക്കുന്നില്ല. അനസ്. എന്താ പരിപാടി? നീയോ? വിഷ്ണു. കൊച്ചിയിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു. കഴിഞ്ഞോ? കഴിഞ്ഞു. കൊള്ളാം. ഇതുണ്ടല്ലോടാ ഇത്തിരി. നിന്റെ പേരെന്താടാ? ബിബീഷ്. എന്താ പരിപാടി? ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. നീ ഒന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലടാ. എന്തിനു പഠിക്കുന്ന വെറുതെ? മാതാപിതാക്കള് പ്രതീക്ഷയോടെ പണം ചെലവാക്കി പഠിപ്പിക്കും. നീയൊക്കെ പഠിക്കുന്നതോ മറ്റു വലതും. കയ്യൂർ സത്യനടി പണ്ടേ നിർത്തിയതാ. സ്റ്റിക്കർ എവിടെ നിന്ന് കിട്ടിയ സാധനം? അതൊരു ഫ്രണ്ട് വന്നു. ഏത് ഫ്രണ്ട്? അത് സത്യം പറയടാ. പട്ടി ഞാൻ പണ്ടേ നിർത്തുക. സത്യം പറഞ്ഞാൽ നിനക്കൊക്കെ കൊള്ളാം. പറയടാ. സാർ നമസ്കാരം. സാർ നമസ്കാരം. ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടികളാണ്. ഇവനൊന്നും കുട്ടികളല്ല, ഇവരൊക്കെ ക്യാൻസറാ. മയക്കുവെടി കൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ? അറിയാതെ പറ്റിപ്പോയതാണ് സാർ. ഇവർക്കൊക്കെ വേണ്ടി വക്കാലത്തുമായിട്ട് വരെ നിങ്ങളെ പോലുള്ളവർ കഷ്ടം തന്നെ. മേലിൽ ആവർത്തിക്കില്ല സാർ. ഇതൊക്കെ പുറത്തറിഞ്ഞാൽ ഇവരുടെയൊക്കെ ഭാവി. സാർ, അത് പിന്നെ ഈ സംശയം കാരണം ചോദ്യം ചെയ്യുന്നുള്ളൂ സാർ. ഇല്ല, ചാർജ് ചെയ്യുന്നില്ല സാർ. ഉടനെ വിട്ടേക്കാം സാർ.
da da da